are women's worst enemies. WCC ഒരു കളക്റ്റീവായിട്ട് പറയുന്ന ഒരു കാര്യം we have to help each other. ഒരു മെയിൽ ഡോമിനേറ്റഡ് ഒരു ഇൻഡസ്ട്രിയാണ്, സ്ത്രീകൾ കുറവാണ്. എല്ലാവരുടെയും ഒരു വിചാരം WCC ഒരു ബഹളം വയ്ക്കുന്ന ഒരു സ്ഥാപനമായിട്ട് ഇരുന്നാലേ അതിൻ്റെ ഒരു വാല്യൂ ഉള്ളൂ. ഞങ്ങൾ പറയുന്നത് WCC ഉണ്ടെന്ന് തന്നെ ഒരു വാല്യൂ ഉണ്ട്. പൊതുവെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു പ്രൈവറ്റ് ഫേം അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ അതിൻ്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു CEO പോസ്റ്റ് ഇരിക്കുന്നത് ഒരു വനിതയാണെങ്കിൽ ഒരുപക്ഷെ താഴെ സ്ത്രീകളൊക്കെ ഒരുപക്ഷെ കംഫർട്ടബിൾ ആയിരിക്കുമെന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. ഒരു പോലീസ് സ്റ്റേഷൻ, അവിടെ സ്റ്റേഷൻ ഡ്യൂട്ടിയിലുള്ള സ്റ്റേഷൻ ഓഫീസർ അല്ലെങ്കിൽ ഇപ്പോൾ SI ഒരു വനിതയാണെങ്കിൽ ഒരുപക്ഷെ അവിടെ സ്ത്രീകൾക്ക് ഏത് സമയം കടന്നു ചെല്ലാം. അവിടെ ജോലി ചെയ്യുന്ന താഴെത്തട്ടിലുള്ള സ്ത്രീകളൊക്കെ ഒരുപക്ഷെ സേഫ് ആയിരിക്കാം. അതുപോലെ ഇത്തരത്തിൽ ഏത് ഒരു മേഖലയിലായാലും ഏറ്റവും തലപ്പത്തിരിക്കുന്നത് ഒരുപക്ഷെ ഒരു വനിതയാണെങ്കിൽ താഴെയുള്ള സ്ത്രീകൾക്ക് അതേ രീതിയിൽ സിനിമയിൽ ഒരുപക്ഷെ ഒരു സ്ത്രീകൾ എടുക്കുന്ന സിനിമകൾ അല്ലെങ്കിൽ സ്ത്രീകൾ ഡയറക്റ്റ് ചെയ്യുകയോ സ്ത്രീകൾ പ്രൊഡ്യൂസ് ചെയ്യുകയോ ചെയ്യപ്പെടുന്ന സിനിമകളിൽ ആ രീതിയിൽ എവിടെയെങ്കിലും ഒരു സുരക്ഷിതത്വം താഴെത്തട്ടിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകൾക്ക് ലഭിക്കുന്നുണ്ടോ? ഉണ്ടോ? ഉറപ്പായിട്ട് അത് ഉണ്ടാവും. when there are women on the top, we know examples. അതല്ല ഞാൻ പറയുന്നത്. വേറെ ഒരു കാര്യമുണ്ട്, women are women's worst enemies. നമുക്ക് ഓഫൻ ഞങ്ങൾ തന്നെ സ്ത്രീകളെ താഴ്ക്കുക അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. WCC ഒരു കളക്റ്റീവായിട്ട് പറയുന്ന ഒരു കാര്യം we have to help each other. അതാണ് WCC. ഞങ്ങൾ ഞാൻ എത്ര വർഷമായിട്ട് സിനിമ മേഖലയിൽ ജോലി ചെയ്ത്. ഈ WCC വന്നത് ഞാൻ 10-30 വർഷം ജോലി ചെയ്ത് കഴിഞ്ഞിട്ടാണ്. പക്ഷേ ആ ഒരു റെവലേഷൻ ഇതാണ്, that women have to help each other. We have to hold hands. അല്ലെങ്കിൽ ഞങ്ങളെ ആരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. That is what is I think the biggest learning from WCC. സ്ത്രീകൾ ഒരു മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റി, ഇപ്പോൾ ഏത് മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റി ആയാലും unless they join hands, there is no voice. So that joining of hands and making the voice is the most important. So to believe, ഞങ്ങൾ വിചാരിക്കുന്നു ഇപ്പം ഒരു SI ഉണ്ടെങ്കിൽ ഒരു നല്ല ഒരു അന്തരീക്ഷം മാറും. പക്ഷേ the system is male. The whole system is male dominated. How can one woman make a difference? അതാണ് ഇതിൻ്റെ ഒരു കാര്യം. ഞങ്ങൾ പറയുന്നത് it is a systemic problem. Patriarchy is a systemic problem. ആ പിന്നെ aggressiveness, dominance, these all come under that ആ ഒരു അംബ്രല്ലയുടെ അടിയിലാണ് വരുന്നത്. സ്ത്രീകൾ ഒരുമിച്ച് നിന്നാലേ ഇത് ഒരു ചെറിയ മാറ്റം വരാം. നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ നേരിട്ട് അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? സ്ത്രീകളുടെ ഡിസിഷൻസ് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നുള്ള രീതി എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷേ എനിക്ക് പലപ്പോഴും ഞങ്ങൾ ഒരു ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഭാഗമാവുന്നില്ല എന്നൊരു ഫീലിംഗ് വരും. കാര്യം ചെറുതായിട്ട് ഒരു ബോയ്സ് ക്ലബ് ഉണ്ട്, ഞാൻ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് വീട്ടിൽ പോകണം, മകളുണ്ട്, അങ്ങനെ. പക്ഷേ ആണുങ്ങളെല്ലാവരും കൂടെ പോയി ദേ ഹാവ് എ ഡ്രിങ്ക് ടുഗെദർ, എന്താ എനിക്ക് ഒരു പ്രശ്നമില്ല. പക്ഷേ ആ സമയത്ത് ഈ ഇൻഫോർമൽ സ്പേസസ് ഒരുപാട് ഡിസിഷൻ മേക്കിങ് ഇതും അതും ഇത് സ്ത്രീകൾക്ക് അവിടെ അങ്ങോട്ട് കിടക്കാൻ അല്ല, നമുക്ക് ആ ഒരു ചെറിയ സ്പേസ് ഞങ്ങൾക്ക് കടക്കാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് ഞങ്ങൾ ഒരു ദർ ഈസ് എ കൈൻഡ് ഓഫ് otherness that you feel. So I felt that a lot in my career. എനിക്ക് അങ്ങനെ ഒരു എന്നാ പറയുന്ന ഒരു I've not had any bad experiences. I have been very respectful of all the people I have been very lucky. I worked with very many great directors. പക്ഷേ the feeling that ഞങ്ങൾ ഒരു ചെറിയ ഔട്ട്സൈഡറാണ്. പക്ഷേ എൻ്റെ പ്രശ്നം എൻ്റെ ഭാഷയും ഞാൻ പുറത്തുനിന്ന് വന്ന ആൾ അങ്ങനെയൊക്കെ ഉണ്ടാവും, രണ്ട് കാര്യത്തിന് ഉണ്ടാവും. പക്ഷേ ഇത് എനിക്ക് ഒരു ഫീലിംഗ് ഉണ്ട്, സ്ത്രീകൾക്ക് ഒരു എന്നാ പറയുന്നത് ഒരു ചേർത്ത് പിടിക്കാനുള്ള ഒരു ഇതില്ല സിനിമ. ഇടയ്ക്ക് ദീദി ദാമോദരൻ ഒരു സ്ത്രീകളുടെ മാത്രം ഫുൾ വിമൻ ക്രൂ വെച്ചൊരു സിനിമ എടുത്തിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള സിനിമകൾ ഒരു പ്രതീക്ഷ നൽകുന്നില്ലേ നമുക്ക്? ദാറ്റ് ഈസ് എ വെരി വണ്ടർഫുൾ. ഇപ്പോൾ രേവതിയൊക്കെ ചെയ്ത് ഒരു നമുക്ക് തന്നെ ഒരു ഭയങ്കര എംപവറിങ് ആയിട്ട് ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു ആ സിനിമയുടെ മേക്കിംഗ് സമയത്തൊക്കെ. പക്ഷേ അതാണോ ഒരു സൊല്യൂഷൻ എന്ന് എനിക്ക് തോന്നുന്നില്ല. അതും വേണം, സ്ത്രീകൾ തന്നെ ചെയ്യണം.
പക്ഷേ സ്വീഡനിലെ ഞാൻ പറയട്ടെ റൂളാണ്, സ്വീഡിഷ് ഗവൺമെൻറ്റിന് പൈസ വേണമെങ്കിൽ 50% സ്ത്രീകൾ 50% ഒരു പ്രൊഡക്ഷൻ ക്രൂവിൽ. ഓൺലി ദെൻ ക്യാൻ യു ഗെറ്റ് സം മണി ഫ്രം ദ ഗവൺമെൻറ്. അത് ഒരു സ്ത്രീ, ഷീ വാസ് ദ ഹെഡ് ഓഫ് ദ ഈ മറ്റേ കോർപ്പറേഷനോ, ആ ഒരു റൂൾ ഉണ്ടാക്കിയ അവർ തന്നെയാണ്. ഒരു ലോണോ അല്ലെങ്കിൽ ഒരു പൈസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ആ ക്രൂവിൽ, മെയിൻ ക്രൂവിൽ 50% വിമനും 50% മെൻ ഉണ്ടാവണം. സിനിമ എന്ന് പറയുന്നത് ക്രിയേറ്റിവിറ്റിയാണ്. അപ്പോൾ ആ ക്രിയേറ്റിവിറ്റിയിൽ നമ്മൾ അവിടെ ഒരു സംവരണം 50% സ്ത്രീകൾ 50% പുരുഷന്മാർ അത് ഞാൻ പറയട്ടെ, ഒരു ചൊല്ലുണ്ട്, യു ഹാവ് ടു ബെൻഡ് ദ സ്റ്റിക്ക് ബാക്ക്വേർഡ്സ് ടു സ്ട്രേറ്റൻ ഇറ്റ്. അതാണ് അതിൻ്റെ. ഇതെല്ലാം ശരിയായ പിന്നെ ഇതൊന്നും വേണ്ട. ഈ ആറ്റിറ്റ്യൂഡ്സ് ഒക്കെ മാറിക്കഴിഞ്ഞാൽ സ്ത്രീകൾ കുറച്ചുകൂടെ ഇൻറ്റിഗ്രേറ്റഡ് ആയാൽ ഇതൊന്നും വേണ്ട. പക്ഷേ ആദ്യം ഒരു ചെറിയ ഇത് വേണം, ഒരു ചെറിയ എന്നാ പറയുന്നത്, ഒരു പുഷ് വേണം ആ രീതിയിൽ. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു പിന്തുണയൊക്കെ എത്രത്തോളമാണ്? കാരണം ഇപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി വനിതാ സംവിധായകരെയും തിരക്കഥാകൃത്തുകളെയൊക്കെ പ്രോത്സാഹിപ്പിക്കാനായി നമ്മുടെ ചലച്ചിത്ര അക്കാദമിയും സിനിമ വകുപ്പുമൊക്കെ വലിയ രീതിയിൽ പ്രോത്സാഹനം നൽകുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്കത് നേരിട്ട് ബോധ്യപ്പെടുന്നത് എങ്ങനെയാണ്? നമുക്ക് നേരിട്ട് ബോധ്യപ്പെടുന്നത് ഇപ്പോൾ ഉടനെ ഹേമ കമ്മീഷൻ ഉണ്ടാക്കി, ഉടനെ സബ്സിഡി അല്ല ഇത് കൊടുത്തു, പിന്നെ ഇപ്പോൾ വർക്ക്ഷോപ്സൊക്കെ നടത്തുന്നു. പക്ഷേ ഒരു എനിക്ക് തോന്നുന്നു ഈ സിസ്റ്റമിൽ തന്നെ, ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ല ഏത് ഗവൺമെൻറ് ആയാലും ഒരു ദർ ഈസ് എ റിലക്റ്റൻസ് ടു ഡീൽ വിത്ത് ഇത്. ഞാൻ പറയുന്നത് എല്ലാ മാർജിനലൈസ് സൊസൈറ്റീസ് ആണെങ്കിൽ, മാർജിനലൈസ് കമ്മ്യൂണിറ്റീസ് ആണെങ്കിൽ, ട്രൈബൽസ്, ദലിറ്റ്സ്, എവ്രിബഡി, ഗവൺമെൻറ്, ദ സ്റ്റേറ്റ് ഈസ് നോട്ട് സോ ഇൻട്രസ്റ്റഡ്. ദാറ്റ് ഈസ് ദ പ്രോബ്ലം. ബട്ട് ഐ ഹാവ് ടു സേ, ഈ ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ഉറപ്പായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വിൽ സീ ദ ലൈറ്റ് ഓഫ് ഡേ ആൻഡ് നമുക്ക് ഇതിൻ്റെ ഗുണങ്ങൾ ഉണ്ടാവും എന്ന് നമുക്ക് ഉറപ്പായിട്ട് തോന്നുന്നുണ്ട്. സിനിമയുടെ സാങ്കേതിക രംഗത്ത് ഈ സിനിമയിൽ മുന്നിൽ മാത്രമാണ് സ്ത്രീകൾ നമ്മളെപ്പോഴും കണ്ടു ശീലിച്ചിട്ടുള്ളത്. ഇപ്പോൾ താങ്കൾ 80കളിലൊക്കെ ഈ ഇൻഡസ്ട്രിയിലേക്ക് കടക്കുമ്പോൾ സിനിമയുടെ പിന്നണിയിൽ ഒന്നും തന്നെ ഒരൊറ്റ സ്ത്രീ പോലും ഉണ്ടാകാതിരുന്നൊരു കാലഘട്ടത്താണ് അങ്ങ് വരുന്നത് കേരളത്തിൽ. അതെ അതെ. ഇപ്പോൾ മലയാള സിനിമയിൽ എങ്ങനെയാണ് ആ ഒരു ഭാഗത്ത് സ്ത്രീകൾ, അതായത് ടെക്നിക്കൽ വരുന്നുണ്ട്, സാങ്കേതിക മേഖലയിൽ സ്ത്രീകളുടെ ഒരു കടന്നുകയറ്റം ഉണ്ട്. ഈ സാങ്കേതികം എന്ന് പറഞ്ഞാൽ സിനിമയിൽ ഇപ്പോൾ മേക്കപ്പും ഒരു സാങ്കേതികമാണ്, കോസ്റ്റ്യൂംസും അതുപോലെയാണ്. പണ്ട് അങ്ങനെ ആ രീതിയിൽ കാണുന്നില്ലായിരുന്നു. ഈ ടെക്നോളജി ആയിട്ട് ബന്ധമുള്ള ആൾക്കാർക്ക് മാത്രം ഒരു റോളുണ്ടെന്ന് ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ നൗ ദർ ആർ സിനിമാറ്റോഗ്രാഫേഴ്സ്, ദർ ആർ സം എഡിറ്റേഴ്സ്. ഇറ്റ്സ് വെരി സ്ലോ, ദ ചേഞ്ച് ഈസ് സ്ലോ. പക്ഷേ ദർ ആർ റൈറ്റിംഗ്, ഡയറക്ഷൻ, ഒരുപാട് സ്ത്രീകൾ. അക്കാദമിക രീതിയിൽ ഇത് പഠിച്ച് പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികൾ, ഇത് പഠിക്കാനായി താല്പര്യം കാണിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണവും കൂടുന്നുണ്ടല്ലേ? പക്ഷേ ഇപ്പോൾ സിനിമ മാത്രമല്ല, ഞാൻ പറയുന്നത് ഒരുപാട് കാര്യം നമുക്ക് നോക്കാനുള്ളത്. ഈ മീഡിയ സോർട്ട് ഓഫ് ലാൻഡ്സ്കേപ്പ് ഒത്തിരി ചേഞ്ച് ആയിട്ടുണ്ടല്ലോ. ഇപ്പോൾ യൂട്യൂബിൽ വർക്ക് ചെയ്യുന്നു, ചെറിയ സീരിയൽസ് ചെയ്യുന്നു, സീരീസിൽ വർക്ക് ചെയ്യുന്നു, ആഡ്സിൽ വർക്ക് ചെയ്യുന്നു, ഒരുപാട് ഒത്തിരി ഒരു മാറ്റങ്ങളുണ്ടല്ലോ. അതെല്ലാം ഞങ്ങൾ കാണുന്നു കുറച്ച് കൂടുതൽ സ്ത്രീകൾ. പക്ഷേ വി ആർ ഇൻ എ ഹരി, കുറച്ചുകൂടെ വരണമെന്നുണ്ട് നമ്മുടെ ഒരു. ആദ്യകാലത്ത് ഒരു സിനിമയുടെ ഒരു ക്വാളിറ്റി വൈസ് നോക്കുമ്പോൾ, അത് സിനിമയുടെ മുന്നിലായാലും പുറകിലായാലും ആ ഒരു ക്വാളിറ്റി വൈസ് നോക്കുമ്പോൾ താങ്കൾ എങ്ങനെയാണ് അത് അനലൈസ് ചെയ്യുന്നത്? എല്ലാ കാലത്തും നല്ല സിനിമകളുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പഴയ സിനിമ നല്ലതാ, അത് ഒരു നൊസ്റ്റാൾജിയാണ് കേട്ടോ. പഴയ സമയത്ത് ഇച്ചിരി നല്ല പടങ്ങളുണ്ടായിരുന്നു. ഇപ്പോഴത്തെ കാലത്ത് ചില നല്ല പടങ്ങൾ, ചില ഞങ്ങൾ കാണുന്ന ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ഉള്ള പടങ്ങൾ. മലയാളം സിനിമ ഈസ് ഫൈൻഡിങ് എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് വോയിസ് ഓഫ് ടെല്ലിങ് സ്റ്റോറീസ്. വാസ്തവത്തിൽ ഇറ്റ് ഈസ് ദാറ്റ്. There are women who are telling stories. There are a lot of people who are trying to tell different type of stories using the cinematic language. എല്ലാം സക്സസ്ഫുൾ ആവണമെന്നില്ല, പക്ഷെ അത് മോശം പടം ആവുന്നല്ല. അതൊരു എക്സ്പെരിമെൻറ്റേഷൻ്റെ ഭാഗം, അല്ലെങ്കിൽ ട്രയൽ, ഒരു ഫെയിലിയറാണ്. പക്ഷേ ഐ ഡോണ്ട് ബിലീവ് ദാറ്റ് അന്ന് മലയാളം സിനിമ ഒരു ഗ്രേറ്റ് സിനിമ ആയിരുന്നു, ഇന്ന് മോശമാണെന്ന് എനിക്ക് ഒട്ടും തോന്നില്ല. ഇതൊരു എന്നാ പറയുന്നത്, എല്ലാ കാലത്ത് ജീനിയസുകളുണ്ടാവും, നല്ല സിനിമകൾ അവരുണ്ടാക്കും.
എല്ലാ കാലത്ത് മോശം സിനിമ ഉണ്ടായിട്ടുണ്ട്. അത് സിനിമയുടെ ഒരു ഹിസ്റ്ററി അങ്ങനെ തന്നെയാണ്. പക്ഷെ ആ ഒരു കാലഘട്ടത്തിൽ ഈ നല്ല സിനിമകളുടെ എണ്ണം കുറച്ച് കൂടുതലായിരുന്നു. പക്ഷെ അങ്ങനെ അല്ല, പക്ഷെ എന്തോ ഈ നല്ല സിനിമ ചീത്ത സിനിമ എന്ന് പറഞ്ഞത് ഒരു നല്ല സിനിമ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി ഇപ്പോൾ ഒരാളെ എടുത്ത് ചോദിച്ചാൽ അവർക്ക് ഗുണമായ ഒരു സിനിമ നല്ല കഥയായിരിക്കും, എനിക്ക് നല്ല സിനിമറ്റോഗ്രഫി ആയിരിക്കും. ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. സിനിമ ഈസ് എ വെരി വെരി സബ്ജക്റ്റീവ് ഫീൽഡ്. IFFKയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അങ്ങ്. എപ്പോഴും ഈ ഒരു വർഷം ഒരു കാലഘട്ടം കഴിയുമ്പോഴും ഈ മലയാള സിനിമകൾ ലോക സിനിമാ നിലവാരത്തിലേക്ക് ഉയർത്തുക, അതിനുവേണ്ടിയാണ്. അതാണ് ഈ IFFKയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം തന്നെയും. പക്ഷേ വർഷങ്ങൾ ഇത്ര പിന്നിട്ടിട്ടും എത്രയോ IFFKകൾ നമ്മൾ സംഘടിപ്പിച്ചിട്ടും ലോകോത്തര സിനിമകളൊക്കെ നമ്മൾ ഇവിടെ കൊണ്ടുവരുന്നു, ഇവിടെ കാണിച്ചു കൊടുക്കുന്നു, പ്രദർശിപ്പിക്കുന്നു, സംവിധായകരടക്കമുള്ളവരെ നമ്മൾ ഇൻട്രാക്ട് ചെയ്യാനുള്ള അവസരം നമുക്ക് ലഭിക്കുന്നു. പക്ഷേ ആ ഒരു നിലവാരത്തിലേക്ക് മലയാള സിനിമകളെ പുറത്തേക്ക് വിദേശ ഭാഷകളിലേക്ക് കൊണ്ടെത്തിക്കാൻ, മലയാള സിനിമകൾ എത്തിക്കാനുള്ളൊരു എഫേർട്ട്, അത് എത്രത്തോളം ഫലപ്രാപ്തിയിലെത്തുന്നു? അത് ഒരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യനാണ്. ഞങ്ങൾ വിചാരിക്കുന്ന ഒരു ഫെസ്റ്റിവലിൽ പോയാൽ മാത്രം ഒരു സിനിമ ലോകത്തെത്തുന്നു. പക്ഷേ ഇന്ന് ഇന്ത്യയിൽ എവിടെ പോയാലും OTT വഴി പല രീതികളിൽ മലയാളം സിനിമയാണ് ഫസ്റ്റായിട്ട് നിൽക്കുന്നത്. അത് നമുക്ക് ഇപ്പോൾ അക്കാഡമിയോ അങ്ങനെ സിനിമകളൊക്കെ ഞങ്ങൾ കാണിക്കാറുണ്ട്. ഇപ്പോൾ പുറത്തായാലും ഈ എനിക്ക് ഫെസ്റ്റിവൽസിലൊക്കെ കാണിക്കാറുണ്ട്. പക്ഷെ അത് ആരാ കാണുന്നത്? ഒരു ലിമിറ്റഡ് ആൾക്കാരാണ് കാണുന്നത്. പക്ഷേ ടുഡേ മലയാളം സിനിമ ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്നത് ഞാൻ പറയുന്നത് ഈ ഫെസ്റ്റിവലിൻ്റെ ഒരു എഫക്റ്റ് ഈ ഫെസ്റ്റിവലിൻ്റെ അത് തന്നെയാണ്. കുറേ ചെറുപ്പക്കാരുണ്ടാക്കുന്നുണ്ട് സിനിമ, കുറേ കഥകളിലെ മാറ്റം വരുന്നുണ്ട്, കുറേ ന്യൂ ഐഡിയാസ്, ന്യൂ വേസ് ഓഫ് ടെല്ലിങ് സ്റ്റോറി, എല്ലാം എക്സ്പെരിമെൻറ്റ് ചെയ്യാനുള്ള ഒരു ധൈര്യം കിട്ടുന്നത് ഉറപ്പായിട്ട് ഒരു ഭാഗം, എല്ലാം കൂടെ അല്ല, പക്ഷേ ഒരു ഭാഗം ഈ IFFKയുടെ എഫക്റ്റ് എനിക്ക് പറയാം. ഇപ്പോൾ മാത്രമല്ല, ഈ മുമ്പൊക്കെ ഈ സംവിധായകരാകുന്ന പുതിയ തലമുറ സംവിധായകരാകുന്നവർ പരിചയസമ്പന്നരായ സംവിധായകർക്കൊപ്പം അസിസ്റ്റൻ്റായി നിന്ന് വർഷങ്ങളോളം പ്രവർത്തിച്ചാണ് ഒരു സിനിമ, പുതുതായി ഒരു സിനിമ എടുക്കാനൊക്കെ ഒരു ധൈര്യം കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ പലരും ഈ ഫെസ്റ്റിവലിൻ്റെ പ്രോഡക്റ്റുകളായി ആദ്യമായി സിനിമ എടുക്കുന്ന നിരവധി സംവിധായകരുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, അത് ടെക്നോളജിയുടെ ഒരു ഇതാണ്. ഇന്ന് എനിക്ക് ഒരു ഐഫോൺ എടുത്ത് എനിക്ക് ഒരു സിനിമ ഉണ്ടാക്കാം. എനിക്ക് ഒരു വലിയ ഒരു പ്രൊഡക്ഷനോ ലൈറ്റോ ഒന്നും വേണ്ട. ചെറിയ ഒരു ക്യാമറ വെച്ച് എനിക്ക് പോയി ഒരു സിനിമ ഉണ്ടാക്കാം. അതുകൊണ്ട് ആ ടെക്നോളജി ഹാസ് എയ്ഡഡ് ദാറ്റ് എ ലോട്ട്, ദാറ്റ് എനിബഡി ക്യാൻ മേക്ക് എ ഫിലിം ടുഡേ. അതുകൊണ്ട് ഒരുപാട് നോയ്സ് ഉണ്ട് കേട്ടോ, അതിൻ്റെ ഒരു നെഗറ്റീവ് വശമുണ്ട്. പക്ഷേ അതുകൊണ്ട് വി ഡോണ്ട് ഹാവ് ടു, യു ക്യാൻ ലേൺ ഓൺ ദ ജോബ്, യു ക്യാൻ ലേൺ ബൈ വാച്ചിങ്, യു ക്യാൻ ലേൺ ബൈ. ഇപ്പോൾ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഞങ്ങൾ പോകുമ്പോഴേ ഞങ്ങൾ എങ്ങനെയാണ് പഠിക്കുന്നത്? നമ്മുടെ ഏറ്റവും പ്രധാന ഒരു എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ സിനിമകൾ കാണുവാന്ന്, നല്ല സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുക. എല്ലാ ദിവസവും 2-3 സിനിമകൾ ഞങ്ങൾ കാണുമായിരുന്നു. സോ സിനിമ ലേണിംഗ് ഈസ് ഒരു ഡിഫറെൻറ്റ് പ്രോസസ്സാണ്. ഈ ടെക്നോളജി ഞങ്ങൾ ഒത്തിരി എയ്ഡ് ചെയ്തിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിൽ ഇന്ന് കുറച്ചുകൂടെ ഒരു ഈസി ആയിട്ട് ഉണ്ടാക്കാം, ഒരു ധൈര്യത്തോടെ. ഇപ്പോൾ 10 കോടി രൂപ വേണ്ട, അല്ലെങ്കിൽ 5 ലക്ഷം രൂപ വേണ്ട, നമുക്ക് ഒരു ഉള്ള ഇത് വെച്ച് നമുക്ക് ഉണ്ടാക്കാം, ട്രൈ ചെയ്യാം. പക്ഷെ അങ്ങനെ വരുമ്പോഴും അതിൻ്റെ അങ്ങ് കാണുന്ന നെഗറ്റീവ് സൈഡ്സ് എന്തൊക്കെയാണ് ഏറ്റവും പ്രധാനം? വായിക്കത്തില്ല, വേറെ സിനിമകൾ പെയിൻറ്റിങ്സ് നോക്കത്തില്ല, സംഗീതം അറിയത്തില്ല, എന്നാലും സിനിമ ചെയ്യാം. അതൊക്കെ ഒരു ലാക്ക് ഓഫ് ഡിസിപ്ലിനാണ്. ഇപ്പം ഞാൻ പറയുന്ന കുറേ പേരായിട്ട് നമുക്ക് കുറച്ച് നല്ല സിനിമകൾ ഉണ്ടാക്കുന്ന ആൾക്കാരുടെ അടുത്ത് സംസാരിച്ചാൽ അവരുടെ വായനയും ഇത് ഒരു യു നീഡ് ദ ടൂൾസ് ടു ടെൽ എ സ്റ്റോറി, യു നീഡ് ദ ടൂൾസ് ടു മേക്ക് എ ഗുഡ് സിനിമ. ഈ ചുമ്മാ ഒരു ക്യാമറ എടുത്ത് നടന്ന് എനിക്ക് ഒരു കഥയുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ ലാക്ക് ഓഫ് ഡിസിപ്ലിനാണ് എനിക്ക് ഒരു നെഗറ്റീവ് വശമായിട്ട് തോന്നുന്നു. അതുതന്നെയല്ലേ കഥാമൂല്യവും കലാമൂല്യവുമുള്ള സിനിമകളൊക്കെ ഈ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് അകന്നു പോകുന്നുവെന്ന് പറയുന്നതിൻ്റെ ആ ഒരു അത്തരത്തിലൊരു ആശങ്കപ്പെടലിൻ്റെയൊക്കെ ഒരു പ്രധാന കാരണം അത് തന്നെ. അതെനിക്ക് തോന്നുന്നില്ല, കുറച്ച് കലാമൂല്യമുള്ള സിനിമ വരുന്നുണ്ടെന്ന് എൻ്റെ ഒരു പക്ഷേ ടൂ മെനി പീപ്പിൾ ആർ മേക്കിംഗ് ഫിലിംസ്. അത് ഒരു നോയ്സിൻ്റെ ഭാഗമായിട്ട്. പക്ഷേ അതിലെ കുറച്ച് നല്ല സാധനങ്ങൾ വരുന്നുണ്ട്. ആ ലാക്ക് ഓഫ് ഡിസിപ്ലിൻ, ലാക്ക് ഓഫ് റിഗർ,
എന്ത് സാധനം ചെയ്താലും ഇപ്പോൾ പാട്ടായാലും എന്തായാലും യു ഹാവ് ടു പാട്ടില്ലല്ലോ ഇപ്പൊ സിനിമകളിൽ അധികം മനോഹരമായ പാട്ടുകളൊന്നും ഇല്ലല്ലോ മലയാള സിനിമയിൽ. ഒരു ലാക്ക് ഓഫ് റിഗർ ഉണ്ട്. എൻ്റെ കയ്യിലൊരു ക്യാമറ ഉണ്ടെങ്കിൽ എനിക്കൊരു സിനിമ എടുക്കാം എന്ന് ധൈര്യപൂർവ്വം രംഗത്തിറങ്ങുന്നവരുടെ അത്തരം സിനിമകളും ഷോർട്ട് ഫിലിമൊക്കെ വ്യൂവേഴ്സ് കൂടിയപ്പോൾ കഥാമൂല്യമുള്ള സിനിമകൾ ചെയ്തുകൊണ്ടിരുന്ന സംവിധായകരും തിരക്കഥാകൃത്തുകളൊക്കെ ഇപ്പോൾ ഔട്ട്ഡേറ്റഡായി മാറിയോ? ഔട്ട്ഡേറ്റഡ് അല്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഈ ജംപ് കട്ട് എന്ന് പറഞ്ഞിട്ട് വലിയൊരു സംഭവമായിരുന്നു. അയ്യോ ഗോദാദ് ഫസ്റ്റ് ജംപ് കട്ട് ഗോദാദിനെ ചെയ്തു, അല്ലെങ്കിൽ അങ്ങനെ ഈ ടൈപ്പ് കട്ട്. ഇപ്പോൾ ആർക്കാ ഒരു ജംപ് കട്ട് ഒരു പ്രശ്നമേ ഇല്ല. ദർ ഈസ് എ ചേഞ്ച് ഇൻ ദ ലാംഗ്വേജ് ഓഫ് സിനിമ. ഇപ്പോൾ ഒരു കൊച്ചു കുട്ടി പോലും ഇത് മനസ്സിലാവുന്നുണ്ട്, ഒത്തിരി ഒരു വിഷ്വൽ ലാംഗ്വേജ് മനസ്സിലാവുന്നുണ്ട്. ആ വിഷ്വൽ ലാംഗ്വേജിൻ്റെ മാറ്റം കുറച്ചൊക്കെ നമ്മുടെ ജനറേഷൻ്റെ അല്ല, ഒരു കഥ പറയുന്ന ഒരു നല്ല കഥ പറയുന്ന ഒരു ഉറപ്പായിട്ട് ഒരു ബേസ് ഉണ്ട്. പക്ഷേ ദർ ഈസ് എ ചേഞ്ച് ഇൻ ദാറ്റ് ലാംഗ്വേജ്. ഞാൻ ഈ ഫ്ലാഷിനെസ്സിൻ്റെ കാര്യമല്ല പറയുന്നത്, ഒരു ചേഞ്ച് ഇൻ ദാറ്റ് ലാംഗ്വേജ് ദാറ്റ് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. ഐ തിങ്ക് യങ്സ്റ്റേഴ്സ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ബെറ്റർ. സിനിമകളിൽ സ്ക്രിപ്റ്റ് എഴുതുമ്പോഴും അല്ലെങ്കിൽ അതിനെ സംവിധാനം ചെയ്യുമ്പോൾ സമയത്തൊക്കെയും ഏറ്റവും അധികം വളരെ കരുതലോടെ എടുക്കുകയാണ് സ്ത്രീ വിഷയങ്ങളിലൊക്കെ തന്നെ, സ്ത്രീകൾക്കെതിരെ നടക്കുന്ന പരാമർശങ്ങളൊക്കെ തന്നെ വളരെ ജാഗ്രതയോടെ ആ ഭാഗം ശ്രദ്ധിക്കപ്പെടുന്നു അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നു, കരുതലോടെ കൈകാര്യം ചെയ്യുന്നു. അതൊരു വലിയൊരു ഇമ്പാക്റ്റ് തന്നെയല്ലേ? അത് എനിക്ക് തോന്നുന്നു ആ യങ്ങർ ജനറേഷൻ ഈസ് അവെയർ ഓഫ് ദീസ് ഇഷ്യൂസ് ആൻഡ് ഡെഫിനറ്റ്ലി അത് മാറിയിട്ടില്ല കേട്ടോ, ഫുള്ളായിട്ട് മാറിയിട്ടില്ല. എന്നാലും സോഷ്യൽ മീഡിയയിൽ ഭയമല്ല, ഒരു അവെയർനെസ് എന്ന് പറയാം, കുറച്ച് വന്നിട്ടുണ്ട്, അത്ര ഒന്നുമില്ല. എന്നാലും അത് ഉറപ്പായിട്ട് നമ്മുടെ ഒരു പ്രസൻസ് തന്നെ. അതാണ് ഞാൻ പറയുന്നത്, ഈ എല്ലാവരുടെയും ഒരു വിചാരം WCC ഒരു ബഹളം വയ്ക്കുന്ന ഒരു സ്ഥാപനമായിട്ട് ഇരുന്നാലേ അതിൻ്റെ ഒരു വാല്യൂ ഉള്ളൂ. ഞങ്ങൾ പറയുന്നത് WCC ഉണ്ടെന്ന് തന്നെ ഒരു വാല്യൂ ഉണ്ട്. ഞങ്ങൾ തന്നെ പറഞ്ഞതുപോലെ ഒരൊറ്റ സ്ത്രീകൾ പോലും ഇല്ലാതിരുന്ന സമയത്ത് എന്തുകൊണ്ടാണ് മറ്റ് ആ ഒരു പ്രൊഫഷനൊക്കെ സാധാരണ എല്ലാവരും തിരഞ്ഞെടുക്കുന്ന ഒരു പ്രൊഫഷനൊക്കെ വേണ്ട എന്ന് വെച്ച് വളരെ ഡിഫറെൻ്റ് ആയ ഒരു മേഖലയിലേക്ക് ചിന്തിക്കാനൊരു തുടക്കം ഒരു എന്നാ പറയുന്നത്, ഒരു സീരീസ് ഓഫ് ആക്സിഡൻസാണ്. ഒന്നാമത് ഞാൻ വളർന്ന ഡൽഹിയിലാണ്, ജനിച്ച് വളർന്നൊക്കെ ഡൽഹിയിലാണ്. അന്ന് ഈ എമർജൻസിയുടെ ഒരു സമയം കഴിഞ്ഞതേ ഉള്ളൂ. എന്നിട്ട് ഞങ്ങൾ ഒരു ഫിലിം ക്ലബ് ഉണ്ടാക്കി. നമ്മുടെ കോളേജിലെ ആനന്ദിൻ്റെ പടം കാണിച്ചു, പ്രിസണേഴ്സ് ഓഫ് കോൺഷ്യസ്. അന്ന് കാണിക്കാൻ പാടില്ലാത്ത ഒരു പടം ഞങ്ങൾ കാണിച്ചു. ഇറ്റ് വാസ് എ ടൈം ഓഫ് ഗ്രേറ്റ് എന്നാ പറയുന്നത്, ഒരു പൊളിറ്റിക്കൽ ആക്ടിവിസം ഒരിക്കലും എനിക്ക് പറയാൻ പറ്റത്തില്ല, ഒരു ഐഡിയലിസം. നമുക്ക് നാട് നന്നാക്കണം, ഇന്ത്യ വി ഹാവ് ടു ബി ദർ ഹാസ് ടു ബി ഗുഡ്. സോ ഐ തിങ്ക് ആ ഒരു ഇത് വെച്ച് എനിക്ക് തോന്നി ഞാൻ തിയേറ്ററും അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. അന്ന് ആരാണ്ട് പറഞ്ഞു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകും. ഞാൻ ഒരു ഫിലിം അപ്രീസിയേഷൻ കോഴ്സിൽ പോയി. അതെനിക്ക് അയ്യോ സിനിമയ്ക്ക് ഇത്ര എഫക്റ്റ് ഉണ്ടോ, ഇങ്ങനത്തെ സിനിമ ഉണ്ടാക്കാം. പണ്ട് ഞങ്ങൾ ആ സമയത്ത് ഈ ബോളിവുഡ് ഹിന്ദി ഫിലിംസൊക്കെ കാണുമായിരുന്നു. അന്ന് ഈ മറ്റേ ടൈപ്പ് സിനിമ കണ്ടിട്ട് എനിക്ക് I got very inspired that cinema can also be so powerful. അങ്ങനെ ആരാണ്ട് പറഞ്ഞു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അപ്ലൈ ചെയ്യേ. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അപ്ലൈ ആരും എൻ്റെ വീട്ടിലെ ഒരു സിനിമ ആയിട്ട് ഒരു ബന്ധമില്ലാത്ത ആൾക്കാർ. ഞാൻ അപ്ലൈ ചെയ്തു, കിട്ടി. അങ്ങനെ ഒരു സീരീസ് ഓഫ് ആക്സിഡൻസ് ആയിട്ട് അന്ന് ഞാൻ ഓർത്തുമില്ല. കാര്യം വേറെ ഒരു കാര്യം, ഞാൻ ഡൽഹിയിൽ വളർന്നപ്പോഴേ ഫസ്റ്റ് ഓഫ് ഓൾ ഇൻ മൈ ഫാമിലി മൈ ബ്രദറോ സിസ്റ്ററോ തമ്മിൽ ഒരു വ്യത്യാസമില്ലായിരുന്നു. പിന്നെ നമ്മുടെ സ്കൂളിൽ വ്യത്യാസമില്ലായിരുന്നു. പിന്നെ സോ വി വർ നോട്ട് തിങ്കിങ് സ്ത്രീകൾക്ക് ഇത് മാത്രം ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ആണുങ്ങൾക്ക് ഇത് മാത്രം ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് എനിക്ക് ആ ഒരു ഫ്രെയിമേ ഇല്ലായിരുന്നു. നമുക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം, നമുക്ക് ഒന്നും ഇതാവണം, ഒരു ഇക്കണോമിക്കലി ഇൻഡിപെൻഡൻറ്റ്. മൈ പേരൻസ് വർ ഓൾസോ വെരി കീൻ ദാറ്റ് യു ഷുഡ് ബി ഇക്കണോമിക്കലി. അത്രേ ഉള്ളൂ. സോ ഒരു ആക്സിഡൻ്റായിട്ട് ആ വഴി വന്നു. എന്തായാലും WCCയുടെ ഒരു ആവിർഭാവവും അതിൻ്റെ ഒരു ലക്ഷ്യവുമൊക്കെ വരും തലമുറയിലെങ്കിലും സ്ത്രീകൾക്ക് ധൈര്യപൂർവ്വം ഈ മേഖലയിൽ കടന്നു ചെല്ലാനും ധൈര്യപൂർവ്വം അവകാശങ്ങളെക്കുറിച്ചും ചൂഷണമൊന്നുമില്ലാതെയും അതന്നെ അവസ്ഥയൊക്കെ ചോദ്യം ചെയ്യപ്പെടാനും ഒക്കെയുള്ളൊരു ധൈര്യം
ഈ ഒരു രൂപീകരണത്തിലൂടെ നടന്നിരിക്കുന്നു, നടക്കും. എന്തായാലും ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും വൈകാതെ തന്നെ പുറത്തുവിടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഞങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട്, ഉറപ്പായിട്ടും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒന്നും ഭയപ്പെടാനില്ല. ഇത് മലയാളം സിനിമ ഒരു മോഡേൺ സിനിമ ആക്കാനുള്ള മേഖല ആക്കാനുള്ള ഒരു ഭാഗമാണ് ഞങ്ങളിത് നോക്കുന്നത്. ഇത് പൊറോട്ട അല്ല വലിക്കുന്നത്, മുമ്പോട്ട് തല്ലാനുള്ള ഒരു. എന്തായാലും എല്ലാ ആശംസകളും. താങ്ക് യു.